രാജ്യത്തെ തകർക്കുന്ന തീവ്രവാദ ശക്തികൾക്കെതിരെ ഒറ്റക്കെട്ടായി മുന്നേറണമെന്ന് ഷാഫി പറമ്പിൽ എം പി. നാടിൻ്റെ സമാധാനത്തെയും മനുഷ്യരുടെ വിലപ്പെട്ട ജീവനെയും ഇല്ലായ്മ ചെയ്യാൻ ആയുധം കൊണ്ടിറങ്ങുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെയും ഒരു തീവ്രവാദ പ്രസ്ഥാനത്തെയും ഒരിക്കലും ഉൾക്കൊള്ളാനും ന്യായീകരിക്കാനും കഴിയില്ല. അത് ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. തലശ്ശേരിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എം പി. രാജ്യത്തെ ലോകത്ത് തന്നെ സമാധാനം ആഗ്രഹിക്കുന്ന ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത അതിക്രൂരവും വീരത്വവും നിറഞ്ഞതുമായിട്ടുള്ള പ്രവൃത്തിയാണ് തീവ്രവാദികളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. വിനോദസഞ്ചാരത്തിന് പോകുന്ന കുടുംബങ്ങൾ, വ്യക്തികളൊക്കെ അവരുടെ ജീവിതത്തിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും നല്ല സമയം തിരഞ്ഞെടുത്ത് സമാധാനത്തോടെ ഒരു മുട്ടുസൂചി പോലും കയ്യിലില്ലാതെ ഒരാളെയും ദ്രോഹിക്കാൻ ഉദ്ദേശത്തോടെ നടക്കുന്നവരല്ല. അവരെ നിഷ്ഠൂരമായി കൊന്നുതള്ളുന്ന പ്രത്യയശാസ്ത്രം അതെന്താണെങ്കിലും ആ തീവ്രവാദ മനസ്ഥിതിയെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതാണെന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. ഈ നാട് ഒരുമിച്ച് നിന്ന് തന്നെ ഒറ്റക്കെട്ടായി തന്നെ അതിനെ പരാജയപ്പെടുത്തുന്നു. ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഇതിൻ്റെ പേരിൽ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ശക്തികൾക്ക് മുമ്പിലും രാജ്യം മുട്ടുമടക്കില്ല. അതിശക്തമായ നടപടികൾ ഉണ്ടാവണം. അതുപോലെ തന്നെ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യകതയും നമ്മുടെ മുമ്പിൽ വിളിച്ചറിയിക്കുകയാണ്. കൊല്ലപ്പെട്ടവരുടെ ഉറ്റവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സമാധാനം ആഗ്രഹിക്കുന്ന ഒരാൾക്കും അംഗീകരിക്കുവാൻ കഴിയാത്തതാണ് കാശ്മീരിൽ ഉണ്ടായ ഭീകരാക്രമണമെന്ന് എം പി ചൂണ്ടിക്കാട്ടി. അതിക്രൂരവും ഭീരുത്വവും നിറഞ്ഞ പ്രവൃത്തിയാണ് തീവ്രവാദികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ നാട് ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് അതിനെ പരാജയപ്പെടുത്താൻ മുന്നിട്ടിറങ്ങണം. ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഇതിൻ്റെ പേരിൽ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ശക്തികൾക്കും മുമ്പിലും രാജ്യം മുട്ടുമടക്കില്ല. തീവ്രവാദത്തിനെതിരെ അതിശക്തമായ നടപടികൾ ഉണ്ടാവണം. അതുപോലെ തന്നെ ഇൻ്റലിജൻസ് പോലുള്ള സംവിധാനം ഉണർന്നു പ്രവർത്തിക്കേണ്ട ആവശ്യകതയാണ് ഉയർന്നു വരുന്നത്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ദുഃഖത്തിൽ എം പി ആദരാഞ്ജലികളും അർപ്പിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.